ഒരിക്കലും നീറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയെടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. തന്നെയാണ് വീട്ടിൻ്റെ ഒരു കുറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഒരിക്കലും നീറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയെടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ മിഡിൽ ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ലോവർ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, അത്യാവശ്യം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എന്നെക്കൊണ്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യണം എന്നുള്ള കാര്യം കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് എങ്ങനെയും പെട്ടെന്ന് സെറ്റിൽ ആവണം ആ ഒരു കാര്യം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തത് BSc നഴ്സിംഗ് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് സെറ്റിലാവണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ BSc നഴ്സിംഗ് ആലോചിച്ചത്. അങ്ങനെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എങ്ങനെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഞാൻ +1 +2 പഠിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം +2 ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടാണ് നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം +2 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു രീതിയിൽ തന്നെ ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് മെഡിക്കൽ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. ഈവൻ ഞാൻ ജനറൽ നഴ്സിംഗ് എങ്കിലും എനിക്ക് മെഡിക്കൽ കോളേജിൽ കിട്ടിയെടുക്കുക എന്നുള്ളൊരു തരത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സ്കോർ വെച്ചിട്ട് ഞാൻ കുറേ പ്രൊഫസേഴ്സിനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിൽ കിട്ടിയില്ല. ജനറൽ നഴ്സിംഗിന് കിട്ടിയില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ കൊടുത്തെന്തെങ്കിലും എററിലോ ഞാൻ ഇവിടുന്ന് അയച്ച ഫോം അവിടെ എത്താനിട്ടോ എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഞാൻ LBSലും കാര്യങ്ങളൊക്കെ അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എയ്ഡഡ് കോളേജിലാണ് കിട്ടിയത്. അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഒരു 30K to 50K ആ റേഞ്ചാണ്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അതെനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു. കാരണം ലോൺ എടുക്കുക, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഇയർലി അല്ലേ അതെന്തെങ്കിലും വർക്ക് ചെയ്തിട്ടോ എന്തെങ്കിലും കാട്ടിയിട്ടോ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു മാസം ഒരു 10K വരുമായിരുന്നു. എന്താ പറയുക, ഹോസ്റ്റൽ ഫീയും കോളേജിൽ എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാസം ഒരു മന്ത്ലി ഒരു 10K എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും സ്പെൻഡ് ആവും എനിക്ക് ഉറപ്പായിരുന്നു അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അത്ര എന്നെക്കൊണ്ട് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മയുടെ സാലറി എന്ന് പറയുന്നത് ഒരു 50Kൻ്റെ താഴെയാണ് വരുന്നത്. ഇപ്പം അത്രയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടുകാരെ സ്ട്രഗിൾ ചെയ്യാതെ എങ്ങനെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ സൈഡ് വൈസ് ആയിട്ട് +2 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ, അതായത് എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഏതൻസ് എന്നാ പേര്, ഒരു അബ്രോഡ് ഏജൻസിയാണ്. ഇപ്പോൾ ഞാൻ അതിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതുവഴി ഒരു കമ്മീഷനായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആകെ ഒരു എമൗണ്ടാണത്. അപ്പോൾ എൻ്റെ ഏട്ടൻ എപ്പോഴും എന്നോട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീറ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒരു പ്രാവശ്യം നീറ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്ക്. ഏട്ടൻ അങ്ങനെ പറയാനുള്ള വെച്ചാൽ ഞാൻ ഫസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ പഠിക്കുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് പോയി എഴുതിയപ്പോൾ തന്നെ ഞാൻ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാസ്സാകാൻ കുറച്ച് മാർക്ക് മതി, അതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്ക്, പഠിച്ചിട്ട് എഴുതി എനിക്ക് എത്ര കിട്ടുമെന്ന് അറിയാമല്ലോ എന്നുള്ള തരത്തിൽ. പിന്നെ ഏറ്റവും വലിയ കൺസേൺ ഞാൻ പറഞ്ഞല്ലോ, മന്ത്ലി ആ ഒരു എമൗണ്ട് ആവും ഇപ്പോൾ നീറ്റ് റിപ്പീറ്റിന് പോവുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യണില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ കമ്മീഷൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ 1 ഇയർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് നീറ്റ് റിപ്പീറ്റിന് പോയി. പക്ഷേ ഞാൻ അവിടെ കഷ്ടിച്ച് 1 മാസം നിന്നില്ല. അവിടെ ഉണ്ടായ ഓരോരോ ചെറിയ കാര്യം പറയാം. അവിടുത്തെ പിള്ളേരെ ക്യാരക്ടറാണെങ്കിലും അവരുടെ സ്വഭാവത്തിലുള്ള ഒരു ചേഞ്ച് ആണെങ്കിലും വാർഡൻ്റെ അടുത്തുള്ള ഒരു ഇതാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ വീഡിയോ ഒരു 10 മിനിറ്റിൽ 20 മിനിറ്റിൽ തീരില്ല, അത്രയും ലോങ് ആയി പോവും. അവിടുത്തെ ഒരു ഇത് എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ ഞാൻ അവിടെ നിന്ന് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ അവിടെ നിൽക്കാനും ഇതാക്കാനും, കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും റെഡി ആയിട്ട് നമ്മൾ ആ ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അത് വെച്ചിട്ട് വേറെ ആരോ ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ഹെൽത്ത് അവിടെ നിന്ന് വീക്കാവാൻ തുടങ്ങി. എൻ്റെ മാത്രമല്ല, അവിടെ ഓൾറെഡി ഒരു ഫുഡ് പോയ്സൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ചിലപ്പോൾ വേറെ ഒരു പ്രശ്നത്തിലേക്ക് പോയേക്കാം. എന്തായാലും ഒരു പബ്ലിക് വീഡിയോ അല്ലേ, അപ്പോൾ എനിക്കതിൻ്റെ പിന്നാലെ പോവാൻ ഒരു
എനർജി ഇല്ല, ഓൾറെഡി കുറേ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ പിന്നാലെ പോകാൻ വയ്യ. കാരണം അന്ന് ഞാൻ പോയില്ല, അന്നും ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ പോയില്ല എന്നുള്ള കാര്യത്തിൽ. എനിക്ക് അവിടെ നിന്ന് അത്യാവശ്യം ഇങ്ങനെ ഫിസിക്കലി കുറച്ച് ഫുഡ് പോയ്സണായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂ ഉണ്ടായി. ആദ്യം ലൂസ് മോഷനും വോമിറ്റിങ്ങൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. പിന്നെ ഞാൻ പോയി അങ്ങോട്ട് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അവിടെ ഒരു ഇൻസ്പെക്ഷൻ പോലെ വന്നു. അപ്പോഴേക്കും ഒരുവിധം എല്ലാവരുടെയും കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തല ഇറങ്ങി വീഴുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഓരോ റീസൺ പറഞ്ഞിട്ട് ഡിലേ ചെയ്തിട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ തരാത്തൊരു സാഹചര്യം ഉണ്ടായി. എനിക്ക് അവിടെ നിൽക്കാൻ ഒരിക്കലും പറ്റൂല എന്ന് ഒരു രാത്രി എനിക്ക് തീരെ കഴിയുന്നില്ല. എനിക്ക് ഒരിക്കലും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അത്രയും അവിടെ നിന്ന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വരാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. ഫോൺ ചോദിച്ചപ്പോൾ ഒന്നും തന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടെ ബഹളം വെച്ച് ഇതാക്കി കുറച്ച് പ്രശ്നമാക്കിയിട്ട് ഫോൺ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നമാക്കിയിട്ട് ആണ് എനിക്ക് ഫോൺ തന്നത്. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് വരികയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒന്നും തരാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞാൻ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇറങ്ങിപ്പോന്നു. പിന്നെ റിക്കവർ ചെയ്യാൻ ഞാൻ മാസങ്ങളോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ടാബ്ലറ്റ്സും കാര്യങ്ങളും കഴിക്കുന്ന ടൈമിൽ ഒക്കെ ഞാൻ ഓക്കെയാണ്. മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് സ്കാൻ ചെയ്ത് ഫിസിഷ്യൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഓരോ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തപ്പോൾ ഫിസിഷ്യൻ പറഞ്ഞത് കുടലിൻ്റെ അവിടുത്തെ സ്കിന്നൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ റിക്കവറായി വരാൻ ടൈം എടുക്കും, അതുകൊണ്ടാണ് പെയിനും കാര്യങ്ങളും ഇപ്പോഴും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. പിന്നെ അത്രയും റിക്കവർ ആവാൻ ഓരോ ഡോക്ടറെ മാറി കാണിച്ച് ആൻഡ് റിക്കവർ ആകുമ്പോൾ പിന്നെയും മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായ കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ അന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന ആദ്യത്തെ സ്റ്റേജിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നവർ പിന്നെ സ്റ്റേജിൽ അവരെൻ്റെ അടുത്ത് തന്നെ പറയാൻ തുടങ്ങിയ നിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ തിങ്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിനക്ക് വയ്യാൻ തോന്നുന്നത്, അല്ല ശരിക്കില്ല, ഈവൻ എനിക്കൊരു പനി വന്നാൽ പോലും അത് ഞാൻ അഭിനയിക്കണമെന്ന് വരെ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എനിക്ക് ആൾക്കാരായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മ മാത്രമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുറേയൊക്കെ റിക്കവറായി. പിന്നെ ഞാൻ എക്സാമിൻ്റെ കാര്യം നീറ്റിൽ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് എനിക്ക് എക്സാം എഴുതണം എന്നുള്ള കാര്യത്തിലേക്കായി. നീറ്റല്ല എൻ്റെ മെയിൻ ലക്ഷ്യം. എനിക്ക് എയിംസിൻ്റെയൊക്കെ BSc നഴ്സിംഗ് അതേപോലെ അങ്ങനത്തെ ചെറിയ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ, അത് എഴുതി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ട് പിന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും മെയിൻ ലക്ഷ്യം നീറ്റ് അങ്ങനത്തെ ഒരു കാര്യത്തിലായിരുന്നു, ആ ലെവലിലായിരുന്നു മോട്ടിവേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മോട്ടിവേഷൻ ഈസ് എ ലൂപ്പ് എന്ന് പറയുക അത്. കാരണം നമുക്കിത് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ മോട്ടിവേഷൻ ലെവൽ കാരണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ വരുമായിരുന്നു. എൻ്റെ മൈൻഡിലും വന്നിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ഞാൻ ഒരിക്കലും പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേറെ എങ്ങോട്ടോ തെന്നി മാറി. പിന്നെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, എജുപോർട്ടിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്നിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൽ കേട്ട് നോക്കി. അത് വാസ് നല്ലതായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഈ ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ 1 മാസം നിന്നിട്ടുള്ളൂ. ഒരു 25 അതിൻ്റെ അടുത്ത് ഞാൻ അപ്പോൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവർ GST കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എമൗണ്ടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 16-15 അതിൻ്റെ അടുത്ത് എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ കിട്ടിയ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ മേലെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എൻ്റെ എന്ന് പറയുന്നത്. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടാവേണ്ട പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ മാത്രം ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതായിട്ട് ഓൾറെഡി കുറേ ലീവും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഇനി കൂടുതൽ ലീവോ അതിൻ്റെ മേലെ നിൽക്കാൻ അമ്മയ്ക്ക് ടൈമേ ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയുടെ ജോലി പോകുന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു തരത്തിലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പഠിച്ചു. പിന്നെ പഠിച്ചപ്പോഴും എനിക്ക് അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എക്സാമിൻ്റെ ആ ഒരു നിയർ ടൈമിൽ അതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പോയിട്ട് ലാസ്റ്റ് ടൈമൊന്നും റിവിഷനോ കാര്യങ്ങളൊന്നും എല്ലാം പോലെ ചെയ്യാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ എനിക്ക്
ഞാൻ വിചാരിച്ചത്ര സ്കോർ ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച എക്സാംസ് ഒന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല പോയത്. എനിക്ക് ആ ടൈമിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് എസ്പെഷ്യലി ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആരോട്ടും ഓപ്പൺ അപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെ ഇപ്പോൾ ചിലവർ പറയും ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന് നിൻ്റെ കൂടെ. എനിക്ക് ആരുടെ അടുത്തും ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരും എൻ്റെ കൂടെ പോലെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തു, സൈക്കോളജി എന്നൊരു ഫീൽഡിലേക്ക് എത്തിയാണ്. സൈക്കോളജിക്ക് എത്താനും കൂടെ പിന്നെ ഇതിൻ്റെ ഇടയിലൊരു റീസൺ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം അതിനെപ്പറ്റി, സൈക്കോളജിക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന്. അങ്ങനെ സൈക്കോളജി എടുത്തു. ആൻഡ് ആ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഫിനാൻഷ്യൽ ഒരു ഇത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. എനിക്ക് അത്ര കുറച്ച് മന്ത്ലി എനിക്കൊരു എൻ്റെ ബാക്കി എല്ലാ എമൗണ്ടും കൂട്ടിയാലും എനിക്കൊരു 4K അത്രയൊക്കെ ആവുള്ളൂ. അത്രയൊന്നും ആവാറില്ല. ഒരു 3500 ആ റേഞ്ചിൽ. 3000 നിന്നുകൊണ്ട് 2000 നിന്ന മന്ത്സും ഉണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഭയങ്കര അവിടെ കിട്ടിയോണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒരിക്കലും ഞാൻ തിരിച്ച് തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ നീറ്റ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സക്സസ് ആവില്ല അതിൽ പറയുന്നത് എത്ര കുട്ടികളത് എഴുതേണ്ടതെന്ന് അറിയോ. അപ്പോൾ അതിലാകെ കുറച്ച് പേര് മാത്രമേ സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് കുറച്ച് പേര് ഇന്ന് വിട്ടു പോയേ പറ്റുള്ളൂ. ഇത്രയും തോന്നുന്ന ആൾക്കാർ അതിൽ പോയിട്ട് അവിടെ സെയിം 1,00,000 എത്തില്ലല്ലോ. അപ്പോൾ ഓക്കെയാണ്. പക്ഷെ ആ ഒരു മോട്ടിവേഷൻ ലെവലിൽ നിൽക്കുമ്പോൾ കിട്ടണം എന്നുള്ളൊരു കാരണം പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ പഠിച്ചാൽ കിട്ടും. നമ്മൾ ആ മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും. പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി എൻ്റെ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ വീക്കാവുമെന്ന് മനസ്സിലാക്കി, എന്നെക്കൊണ്ട് പറ്റിയൊരു ഇതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വേറെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജർമ്മനി പോകാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഫ്രീ ആണ്. അങ്ങനെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് എമൗണ്ട് ഇന്ന് കയ്യിൽ വരുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, എൻ്റെ ഫാമിലിയിൽ വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ എനിക്ക് അവരുടെ കൂടെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എത്തുന്നൊരു ദൂരത്തിൽ എനിക്ക് ഉണ്ടാവണമെന്ന് ഒരാഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും അങ്ങോട്ട് വിട്ടു പോയാൽ അതൊരു വേറെ കാര്യം തന്നെയുണ്ട്. പോയത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഭാവി കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടി. എനിക്ക് വീട്ടിൽ എനിക്കങ്ങനെ വേറെ ആരുമില്ല ഒരു ഫാമിലി സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൻ്റെ ഒരു കുറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ എനിക്ക് കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും എനിക്ക് വിട്ട് പോകാനൊരു മനസ്സിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത് എന്നുള്ളൊരു തിങ്. കാരണം ഞാൻ അങ്ങനെ നിന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.